ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ഒരു ഈസോപ്പ് കഥയോടുകൂടെ നമ്മുടെ ഇന്നത്തെ ധ്യാന ചിന്തകൾ നമുക്ക് ആരംഭിക്കാം. ഒരു ചെരുപ്പ് കുത്തി എന്നും പാടിക്കൊണ്ടാണ് ജോലി ചെയ്യുക. തൊട്ടടുത്ത് താമസിക്കുന്ന കുബേരന് ഇതൊരു ശല്യമായി. എങ്ങനെയെങ്കിലും പാട്ടൊന്ന് അവസാനിച്ചിരുന്നു എങ്കിൽ എന്നായിരുന്നു കുബേരൻ്റെ ചിന്ത. അയാൾ അതിനുള്ള പോംവഴികൾ ആലോചിച്ചു. കുബേരൻ ചെരുപ്പ് കുത്തിയുടെ അടുത്ത് ചെന്നു അയാളുടെ തൊഴിലിനെപ്പറ്റിയും വരുമാനത്തെപ്പറ്റിയും മറ്റും ചോദിച്ചറിഞ്ഞു. ഒരു വർഷം 1000 രൂപ സമ്പാദിക്കാമെന്നായിരുന്നു ചെരുപ്പ് കുത്തിയുടെ മറുപടി. കുബേരൻ 2000 രൂപ ചെരുപ്പ് കുത്തിക്ക് കൊടുത്തിട്ട് ഇതുകൊണ്ട് ജോലി ചെയ്യാതെ സുഖമായി ജീവിക്കാൻ ഉപദേശിച്ചു. ചെരുപ്പ് കുത്തിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷേ ഇത്രയേറെ തുക കള്ളന്മാർ മോഷ്ടിക്കുമെന്ന ചിന്ത ചെരുപ്പ് കുത്തിയുടെ മനസ്സമാധാനം കെടുത്തിക്കളഞ്ഞു. ക്രമേണ അയാൾ താൻ പാടിക്കൊണ്ടിരുന്ന പാട്ട് മറന്നുപോയി. കുബേരന് സന്തോഷവുമായി. പണം മനുഷ്യന് ഒരിക്കലും സമാധാനം കൊടുക്കുകയില്ലെന്ന പാഠവും കുബേരൻ പഠിച്ചു. പണം നമുക്ക് ശാശ്വതമായ സന്തോഷവും സമാധാനവും തരികയില്ല. പണമുള്ളവൻ എപ്പോഴും പണത്തെക്കുറിച്ചായിരിക്കും ചിന്ത. കൂടുതൽ പണമുണ്ടാക്കാനായിട്ടുള്ള മാർഗങ്ങളെപ്പറ്റി അവൻ ആലോചിക്കുന്നു. രാത്രിയിൽ തൻ്റെ പണം കള്ളന്മാർ മോഷ്ടിക്കുമോ എന്ന ചിന്തയാൽ അവന് ഉറക്കം നഷ്ടപ്പെടുന്നു. കിരീടം ചൂടുന്ന ശിരസിൻ്റെ ഒടുങ്ങാത്ത അസ്വസ്ഥതാഭാരമാണ് സമ്പത്ത് എന്ന് ഷേക്സ്പിയർ പറയുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവേകാനന്ദൻ ഗുരുവിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിക്കുന്നതായ കാലം. അന്ന് വിവേകാനന്ദൻ്റെ പേര് നരേന്ദ്രൻ എന്നായിരുന്നു. ഗുരുവിനോടൊത്ത് ആശ്രമത്തിൽ താമസിച്ചാണ് അദ്ദേഹം വിദ്യ പഠിച്ചിരുന്നത്. ഒരു ദിവസം നരേന്ദ്രൻ തൻ്റെ വീട്ടിൽ പോയി തിരികെ വന്നപ്പോൾ നരേന്ദ്രൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് ഗുരു ചോദിച്ചു, എന്താ നരേന്ദ്ര, നിൻ്റെ മുഖത്തൊരു വിഷാദം? എൻ്റെ വീടിനെ ഓർത്താണേ. എന്തു പറ്റി? എൻ്റെ വീട് ഇന്ന് ദാരിദ്ര്യത്തിലാണ്. അമ്മ പട്ടിണി മൂലം വല്ലാതെ ക്ഷീണിച്ചു പോയി. അപ്പോൾ ഗുരു പറഞ്ഞു, നീ ക്ഷേത്രത്തിൽ ചെന്ന് ദേവിയോട് കാര്യങ്ങളെല്ലാം പറയൂ. ദേവി വിഷമങ്ങളെല്ലാം മാറ്റി ഐശ്വര്യം തരും. അവൻ ഉടൻ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ നരേന്ദ്രൻ തിരിച്ചെത്തി. അപ്പോഴും അവൻ്റെ മുഖം വാടിയിരുന്നു. എന്താ, ദേവി നിനക്ക് സമ്പത്ത് തന്നില്ലേ? ഞാൻ ദേവിയോട് സമ്പത്ത് ചോദിച്ചില്ല, വിരക്തിയാണ് ചോദിച്ചത്. ഗുരു അവനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, നീയാണ് ജീവിത രഹസ്യം കണ്ടെത്തിയവൻ. സമ്പത്ത് ഒരിക്കലും നമുക്ക് യഥാർത്ഥ ശാന്തി തരികയില്ല. പണമാണ് ലോകത്തുള്ള തിന്മകൾക്കെല്ലാം നിദാനം. പണത്തിന് വേണ്ടി മനുഷ്യർ എന്ത് ക്രൂരതയും ചെയ്യാൻ തയ്യാറാകുന്നു. കൊലപാതകങ്ങൾ, മോഷണങ്ങൾ, ഇവയെല്ലാം പണത്തിന് വേണ്ടിയാണ് മനുഷ്യർ ചെയ്യുന്നത്. അനുദിനമുള്ള പത്രവാർത്തകളിലൂടെ നാം ഒന്ന് കണ്ണോടിച്ചാൽ ധനത്തിന് വേണ്ടി മനുഷ്യർ ചെയ്യുന്ന ക്രൂരതയുടെ കഥകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കോസ്ലെ എന്ന മഹാൻ പ്രസ്താവിക്കുന്നത് പണം അടി കാണാത്ത സമുദ്രമാണ്. അതിനുള്ളിൽ അഭിമാനം, മനസാക്ഷി, സത്യം എന്നിവ മുങ്ങിപ്പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പണം ഒരിക്കലും നമുക്ക് സമാധാനം തരികയില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായി നന്ദി പറയുന്നാൽ പലപ്പോഴും പണത്തെ പറ്റിയുള്ള അമിതമായ ചിന്തകളും ആഗ്രഹവും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്നതായി ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായ വിഭവങ്ങൾ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അമിതമായ ദ്രവ്യാഗ്രഹമോ മോഹമോ ഒന്നും ഞങ്ങളെ ഭരിക്കുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നന്മയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.